exciting people, this is Kochi Machan and welcome back to another vlog. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പീറ്റ്സ് ഓട്ടോമോട്ടീവിലാണ്. ഇവിടെ നിങ്ങൾക്കറിയാം പീറ്റ്സ് ഈസ് വെരി ഫേമസ് ഫോർ ദെയർ വർക്ക്സ്. പണ്ട് പീറ്റ് സൂപ്പർ സൺഡേ അങ്ങനത്തെ കുറേ പരിപാടികൾക്ക് വേണ്ടി ഞാൻ കോളേജ് ടൈമിൽ ഇതിൻ്റെ പുറകെ ഓടുന്ന ആളായിരുന്നു. അപ്പോൾ എന്താ പറയുക, കുറേ ആഗ്രഹിച്ചൊരു കാര്യമാണ് പീറ്റ്സിൽ നിന്ന് തന്നെ നമുക്ക് മാപ്പ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ജിമിനി സ്റ്റേജ് 1 ചെയ്യാൻ കൊണ്ടുവന്ന സ്റ്റേജ് 1 മാപ്പും അത് കൂടാണ്ട് നമ്മൾ അതിലൊരു സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് BMCയുടെ ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പീറ്റ്സിൻ്റെ ഷോപ്പ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഭയങ്കര ആ ഒരു നമ്മുടെ റോയൽ ഡ്രൈവ് നമ്മുടെ ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് പീറ്റ്സ് പെർഫോമൻസ് ഷോപ്പ് ആൻഡ് ഡീറ്റെയിലിംഗ് ഷോപ്പ്. ഇവിടെ ഡീറ്റെയിലിങ്ങും പെർഫോമൻസ് ഓറിയൻറ്റഡ് എല്ലാ കാര്യവും സർവീസിങ്ങും കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യും. അപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി നമ്മളിവിടെ സ്റ്റേജ് 1 ചെയ്യാൻ പോകണം. മഴയൊക്കെ ആയിരുന്നു, ഫുൾ ചെളിയായി വണ്ടി. അപ്പോൾ സ്റ്റേജ് 1 ചെയ്ത് നമ്മൾ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഫിൽറ്ററാണ്. അപ്പോൾ ഏകദേശം നമുക്ക് പറയുന്നത് ഒരു 9 bhpയും 15 Nm ഓഫ് ടോർക്ക്. എനിക്ക് ഭയങ്കര പവർ ഔട്ട്പുട്ട് വേണ്ട, വണ്ടി കുറച്ച് ഫ്രീ ആയാൽ മതി. കുറേ ഹയർ RPMൽ വണ്ടി കുറച്ച് ലാഗ് കാണിക്കും. അപ്പോൾ അതൊക്കെ ഫ്രീ ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കത് ട്യൂൺ ചെയ്യാം. അതൊക്കെ ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഗോവയ്ക്ക് കൊണ്ട് ഇവിടെ വണ്ടികൾ നടക്കുന്നുണ്ട്, ഡീറ്റെയിലിംഗ് വർക്ക്സ് നടക്കുന്നുണ്ട്. ഇവിടെ കണ്ട ഒരു പഴയ BM ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ അഖിൽ ബ്രോയുടെ വണ്ടിയാണ്. പിന്നെ ഇവിടെ ഒരു വണ്ടി സർവീസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് രാവിലെ ഞാൻ കൊടുത്താൽ നമുക്ക് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും വണ്ടി കിട്ടും. ഇവിടെ നിന്ന് അവർ റീഡിങ് എടുത്തിട്ട് അവർ ഇത് അയച്ചു കൊടുത്ത് എന്നിട്ട് പിന്നെയാണ് നമുക്ക് അവരുടെ ട്യൂണേഴ്സ് പുറത്തുനിന്നാണ്. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയുള്ള മാപ്പ് സെറ്റ് ചെയ്തിട്ട് ഇതിൽ ഫ്ലാഷ് ചെയ്യും. അതാണ് സംഭവം നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ അകമൊക്കെ കണ്ടോ, ഫുൾ ബ്ലാക്ക് ആക്കിയാൽ കുഴപ്പമില്ല, എന്നാലും ചെറിയ ചൂടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ നല്ല രസമുണ്ട് ഫുൾ ബ്ലാക്ക് ആക്കിയപ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതെ, വണ്ടി ഇവിടെ സ്റ്റേജ് 1+ എന്ന് തന്നെ പറയാൻ കാര്യം നമ്മൾ BMCയുടെ എയർ ഫിൽറ്റർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ മാപ്പ് ചെയ്ത് അവർ ട്യൂണറിന് നമ്മുടെ റീഡിങ്സ് എടുത്ത് അയച്ചു കൊടുത്തിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാപ്പ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ആ ഒരു ഇനീഷ്യൽ കുറച്ചും കൂടെ കൂടുതലും പിന്നെ ഒരു ഹയർ RPMൽ കുറച്ചും കൂടെ പവർ വേണമെന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അതല്ല എനിക്ക് മാപ്പ് ഇപ്പോൾ ഇട്ടേക്കുന്ന മാപ്പല്ല വേറെ വേണമെങ്കിൽ അതും അവർ ചെയ്തു തരും. ശരിക്കും ഫൈൻ ട്യൂൺ ചെയ്താണ് മാപ്പ് സെറ്റ് ചെയ്യണത്. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് മാപ്പ് ചെയ്ത് കിട്ടണം. അതായത് വണ്ടി കൊടുക്കുന്നു ഒറ്റ ദിവസത്തിൽ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ എനിക്ക് മാപ്പ് ചെയ്ത് കിട്ടണം, അതാണ് അവസ്ഥ. അപ്പോൾ അത് കാരണം പെട്ടെന്നാണ് ഇപ്പോൾ മാപ്പിംഗ് നടക്കുന്നത് ശരിക്കും. പക്ഷേ പണ്ടൊക്കെ മാപ്പിംഗ് എന്ന് വെച്ചാൽ 2 ദിവസമൊക്കെ വണ്ടി ഇട്ട് അവർ ഫൈൻ ട്യൂൺ ചെയ്ത് ഈ വണ്ടിക്ക് പറ്റിയ ബെസ്റ്റ് മാപ്പ് സെറ്റ് ചെയ്യലാണ് പണ്ടത്തെ പരിപാടിയൊക്കെ. അപ്പോൾ അതെ, ഇവിടെ ഒരു പഴയൊരു BMW കിടക്കേണ്ട, ഇതും പീറ്റ്സ് ട്യൂണ്ടാണെന്ന് തോന്നുന്നു. ബിലിസ്റ്റിൻ്റെ സസ്പെൻഷനൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ ഡീറ്റെയിലിംഗ് വർക്കിന് വന്നാണ്. പിന്നെ ഇവിടെയും കുറേ വണ്ടിയിൽ ഡീറ്റെയിലൊക്കെ ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഒക്ടാവിയ കാണാം, ഒരു പഴയ ഫാബിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ സ്ഥലം. ഇവിടെ നമുക്ക് മാപ്പിംഗ് മാത്രമല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുകൊണ്ട് സർവീസ് വർക്ക് ചെയ്യും. എല്ലാ വണ്ടികളും ഇവിടെ സർവീസ് ചെയ്യും. അവിടെ ഓൾറെഡി വണ്ടി 2 വണ്ടി ലിഫ്റ്റിലേക്ക് മേജർ വർക്ക്സ് എല്ലാ വർക്ക്സും വണ്ടിക്കുള്ള എല്ലാ വർക്ക്സും ചെയ്യും. ഇവിടെ ബിലിസ്റ്റിൻ്റെ സസ്പെൻഷൻ, അതുകൂടാണ്ട് ഫോർജിൻ്റെ പാർട്സ്, അതുകൂടാണ്ട് സ്മാർട്ട് വാക്സ് ഉണ്ട്. അതാണ് ഡീറ്റെയിലിൽ അവർ മെയിനായിട്ട് ചെയ്യണത്. ആൻഡ് നമ്മുടെ BMCയുടെ ഇവർ ഡീലേഴ്സാണ്, BMCയുടെ എയർ ഫിൽറ്ററിൻ്റെ ഡീലേഴ്സാണ്. അങ്ങനെ കുറേ വണ്ടികൾ, കുറേ ബ്രാൻഡ്സുകൾ നമുക്ക് പീറ്റ്സ് ഉണ്ട്. വളരെ ഫേമസ് ആണ്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് എൻ്റെ വണ്ടി പീറ്റ്സിൽ നിന്ന് ചെയ്യുന്നത്. കാര്യം പണ്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു ഇതുണ്ടായി, ഒരു ഏണി ഉണ്ടായി, ഒരു സ്റ്റെപ്പ് ഉണ്ടായി. ആ സ്റ്റെപ്പിൻ്റെ മേളിൽ വന്ന് നിന്നിട്ട് പീറ്റ് സൂപ്പർ സൺഡേക്ക് ഇവിടെ ഇങ്ങനെ വണ്ടികൾ നിരന്നെടുക്കുക, ആ വണ്ടികളുടെ ഫോട്ടോ മേളിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യണ ഒരു കാലമുണ്ടായി. ഈ വണ്ടികൾ കാണാൻ വേണ്ടി മാത്രം പീറ്റ്സി വന്നൊരു കാലമുണ്ടായി. അന്ന് ഞാൻ ആലോചിച്ചാണ് എനിക്ക് പീറ്റ്സിന്ന് വണ്ടി മാപ്പ് ചെയ്യണമെന്ന്. എൻ്റെ വണ്ടി എടുക്കുമ്പോൾ ഞാൻ പീറ്റ്സിന്ന് മാപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പീറ്റ്സിന്ന് തന്നെ നമ്മൾ മാപ്പ് ചെയ്ത് എയർ ഫിൽറ്ററിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓടിച്ച് നോക്കാം. ഇത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ഗോവ ട്രിപ്പ് പോകും. അതിനുവേണ്ടിയാണ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തത്. എന്നിട്ട് നമുക്ക് നോക്കാം ആ ഓട്ടത്തിൽ നമുക്ക് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് അറിയാം. അഥവാ മാപ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു വന്നിട്ട് നമ്മൾ ചെയ്യും. പിന്നെയും ഇവർ നമുക്ക് ഒന്നും കൂടെ ട്യൂൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ വണ്ടി. അപ്പോൾ ജസ്റ്റ് ഇനി വണ്ടി ഒന്ന് ഓടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റേജ് 1+ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫിൽറ്റർ ഇട്ട പ്ലസ് ആവുന്ന പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്റ്റേജ് 1 ചെയ്ത് നമ്മൾ വണ്ടി എടുത്ത്, മഴയുണ്ട് കേട്ടോ, അപ്പോൾ അധികം ഞാൻ ചവിട്ടി പൊളിക്കണില്ല. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം. ഒന്ന് നമ്മൾ കുറച്ച് പൊളിക്കണത്. കാര്യം നല്ല മഴ പെയ്തുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് നോക്കാം. ആ കാല് കൊടുക്കണതിൽ തന്നെ എനിക്കൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ട് കേട്ടോ, നല്ല ഫീലുണ്ട്. ചെറിയൊരു പവർ കൂടിയതാണെങ്കിലും ആ കാലെടുക്കുമ്പോൾ എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. പവറിൻ്റെ കാര്യത്തിൽ ഓക്കെ. ഇനി നമുക്ക് ലോങ് റണ്ണിലാണ് എനിക്ക് അറിയേണ്ടത് എത്രത്തോളം മൈലേജ് വ്യത്യാസം വരുന്നുണ്ടെന്ന്. കാര്യം ഞാൻ സ്റ്റോക്ക് ടയറിൽ എനിക്ക് 15.5 കിട്ടിയായിരുന്നു നമ്മൾ ചെന്നൈയിൽ നിന്ന് വണ്ടി എടുത്ത് ഓടിച്ചു വന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ ടയർ മാറി 80 ടയർ ഇട്ടപ്പോഴത്തേക്കും നമുക്ക് മൈലേജ് 12.7 വരെയാണ് എനിക്ക് കിട്ടിയത്. 12.13 വരെ എന്ന് പറയാം.
അപ്പോൾ ഈ ഒരു മാപ്പ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം നമുക്ക് വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഇപ്പം നല്ല മഴയാണ്, പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു പവർ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ആ ചെറിയ രീതിയിലാണ് 9 HP ആണെങ്കിലും അല്ലെങ്കിൽ 15 Nm ആണെങ്കിലും ആ ഒരു പവർ എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എന്തായാലും ഞാൻ 100% ഉറപ്പാണ്. അത് കാല് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ലോങ് ട്രിപ്പ് പോകുമ്പോൾ ബാക്കി നമുക്ക് അറിയാൻ പറ്റും എന്താന്ന്. അപ്പോൾ അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹം പീറ്റ്സിൽ വന്ന് ഇവിടെ മാപ്പ് ചെയ്ത് ഇവിടെ ട്യൂൺ ചെയ്യണമെന്ന് ചെറുപ്പം മുതലേ കോളേജ് ടൈമിലേ ഉള്ള ആഗ്രഹം അങ്ങനെ സഫലമായി. ഇനി അവിടെ ചെന്നിട്ട് എനിക്ക് പീറ്റ്സ് ട്യൂൺ എന്നൊരു സ്റ്റിക്കർ ഉണ്ട്, അത് ഞങ്ങൾ കിട്ടുമെന്ന് പണ്ട് കുറേ ആലോചിച്ചിട്ടുണ്ടായി. ഞങ്ങൾ ഈ പീറ്റ് സൂപ്പർ സൺഡേക്കൊക്കെ പോകുമ്പോൾ അതിനി ഇവിടെ നിന്ന് മാപ്പ് ചെയ്തിട്ട് അത് ഒട്ടിക്കുന്നുണ്ടായി. അപ്പോൾ ഇനി മാപ്പ് ചെയ്തിട്ട് ആ സ്റ്റിക്കറും കൂടെ നമുക്ക് ഒട്ടിക്കാം. ഞാൻ വണ്ടിയുടെ എന്ത് ചെറിയ കാര്യം ചെയ്താലും നിങ്ങൾ എന്തായാലും എപ്പോഴും അറിയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതും ഞാൻ അറിയിച്ചിരിക്കുന്നു. BMCയുടെ എയർ ഫിൽറ്ററും സ്റ്റേജ് 1 മാപ്പും നമ്മൾ ചെയ്തിട്ടുണ്ട്. പയ്യെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും, അതൊക്കെ പയ്യേ ഉള്ളൂ, ധൃതി എടുത്ത് ചെയ്യാനുള്ള. വണ്ടി കുറച്ച് ഓടിയിട്ട് എന്താണ് നമുക്ക് ഇനി ഇതിൽ കൂടുതൽ ചെയ്യേണ്ടത് എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാപ്പ് എനിക്ക് ഇഷ്ടമല്ല, ലോങ് റൺ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ നമ്മളെ തള്ളി വിടുമല്ല, പൊക്കോ പൈസ കിട്ടി ബായി എന്ന് പറയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട മാപ്പ് അതേ രീതിയിൽ അവർ മാക്സിമം സെറ്റ് ചെയ്തിട്ട് കേട്ടോ. ആ ഫീൽ ഉണ്ടല്ലോ. ഉണ്ട്, യെസ്. ഹയർ RPM-ലും എനിക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നേരത്തെ കാട്ടും. കാര്യം ഒരു 4000 അല്ലെങ്കിൽ 5000 RPM എടുക്കാറാകുമ്പോഴത്തേക്കും വണ്ടി കുറച്ച് ഡെഡാവും. ഇവിടെ പക്ഷേ ആ ഒരു RPM-ലും നമുക്ക് ആ ഒരു പുള്ള് കിട്ടുന്നുണ്ട്, വണ്ടി വലിച്ചുകൊണ്ടും പോകുന്നുണ്ട്. അപ്രൂവ്ഡ്, താങ്ക് യു. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് എൻ്റെ ബ്രിയോയിൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മാപ്പ് സ്റ്റേജ് 1 ചെയ്യണമെന്നുണ്ടായി, അതും എന്നെ വണ്ടിയായിരുന്നു. അപ്പോൾ അതിൽ പറ്റിയില്ല, ഇതിലെങ്കിലും നമ്മൾ ചെയ്ത് പരിപാടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ. വണ്ടിയിൽ ചെറിയ കാര്യം ചെയ്തു, അത് ഞാൻ നിങ്ങളെ അറിയിച്ചു. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ എയർ ഫിൽറ്റർ മാറണം, അല്ലെങ്കിൽ സസ്പെൻഷൻ ട്യൂൺ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിമിനി ഉണ്ടെങ്കിൽ, ജിമിനി ഓണേഴ്സ് ആണെങ്കിലും വേറെ ഏത് കാറിൻ്റെ ആണെങ്കിലും ചെറിയൊരു പവർ ബമ്പ് വേണം, അല്ലെങ്കിൽ കുറേ നാൾ ഓടിച്ചിട്ട് ബോറടിച്ച് കുറച്ച് പവർ ആയാലോ എന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പീറ്റ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. കാലങ്ങളായിട്ട് ഉള്ള ഒരു ബ്രാൻഡാണ് നമ്മുടെ പീറ്റ്സ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അവർ എല്ലാ വണ്ടികളും ചെയ്യണതാണ്, ഡീസലായാലും പെട്രോളായാലും എല്ലാ വണ്ടികളും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഇവിടെ നിങ്ങൾക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് തരുമവർ, അല്ലാണ്ട് മാപ്പ് ഇട്ടിട്ട് പൊക്കോളാനല്ല പറയണേ. നിങ്ങൾക്ക് ആ മാപ്പ് ഇഷ്ടപ്പെട്ടില്ല, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും പീറ്റ്സിൽ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിലിംഗ് വർക്കും മേജർ വർക്ക്, വണ്ടിയുടെ മെക്കാനിക്കൽ വർക്ക്സ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ പീറ്റ്സ് ചെയ്യുന്നതായിരിക്കും. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഉപയോഗിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, സബ്സ്ക്രൈബ് ചാനൽ, ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിംഗ് ആയിരിക്കും.